അമേരിക്കയിലെ ഡെൻവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മിയാമിയിലേക്കുള്ള ഒരു ആഭ്യന്തര സർവീസായിരുന്നു. ബോയിങ്ങിന്റെ 737 മാക്സ് 8 സീരീസിൽപ്പെട്ട വിമാനമായിരുന്നു. 176 യാത്രക്കാർ ഈ വിമാനത്തിനുള്ളിലുണ്ടായിരുന്നു. 6 ജീവനക്കാരും ഉണ്ടായിരുന്നു. വിമാനം പറന്നുയരുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് വിമാനത്തിൽ നിന്ന് പെട്ടെന്ന് പുക ഉയരുകയായിരുന്നു. ഇത് ലാൻഡിംഗ് ഗിയറിലുണ്ടായ ഒരു പ്രശ്നം കാരണമാണ് എന്ന് വിമാനത്താവള അധികൃതർ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുക ഉയർന്നതോടുകൂടി സ്വാഭാവികമായി തന്നെ ആളുകൾ വലിയ പരിഭ്രാന്തരായി. പെട്ടെന്ന് തന്നെ പൈലറ്റ് വിമാനം റൺവേയിൽ നിർത്തി ആളുകളെ എമർജൻസി എക്സിറ്റ് വഴി ഒഴിപ്പിച്ചു. ആളുകൾ പ്രാണഭയത്തോടു കൂടി ആ എക്സിറ്റ് വഴി പുറത്തു വരുന്നതും ഓടി മാറുന്നതുമാണ് നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങളിലുള്ളത്. ഒരാൾക്ക് പൊള്ളലുണ്ട്, 6 പേർക്ക് നിസ്സാര പരിക്കുകളുണ്ട്. അതിൽ ഒരാൾക്ക് മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത്. സംഭവത്തിൽ ഊർജിത അന്വേഷണം ആരംഭിച്ചതായി അമേരിക്കൻ വ്യോമയാന അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാരെ എല്ലാം തൊട്ടടുത്തുള്ള ഹോട്ടലുകളിലേക്ക് മാറ്റി ഇവരെ മറ്റൊരു വിമാനത്തിൽ മിയാമിയിലേക്ക് അയക്കും. സംഭവം എന്താണ് ഉണ്ടായത് എന്നത്, ലാൻഡിംഗ് ഗിയറിൽ എങ്ങനെയാണ് ഈ പ്രശ്നം വന്നതെന്നും പറന്നുയരാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ എങ്ങനെയാണ് വിമാനത്തിൽ തീ പടർന്നത് എന്നതിന്റെ സംബന്ധിച്ചും അന്വേഷിക്കുമെന്ന് ബോയിങ് കമ്പനിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അമേരിക്കയിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ അതിന്റെ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം ജനങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന സംവിധാനമുണ്ട്. നമ്മുടെ രാജ്യത്ത് അത് അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് എന്താണ് അവർ സംസാരിച്ചതെന്ന് അറിയുക. ഇതിൽ ഈ തീ പകർന്ന സമയത്ത് വലിയ പുകയുയരുന്നു. പെട്ടെന്ന് നമുക്ക് ആളുകളെ രക്ഷിക്കണമെന്ന വിധത്തിൽ ഈ പൈലറ്റുമാർ തമ്മിൽ സംസാരിക്കുന്ന സന്ദേശങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുമുണ്ട്.